ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഒരു ക്ലാസ് തീർച്ചയായിട്ടും ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ പ്രയോജനകരമായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, 110 സെക്ഷനും 201 റൂളും പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് എക്സാം ഹാളിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ എന്ന്. അങ്ങനെ വിചാരിക്കുന്നവരോട് ഉള്ള ഒരു ആൻസറായിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലാസ്സാണിത്. ആദ്യമായിട്ട് സെക്ഷൻ 3 രജിസ്ട്രാർ. സെക്ഷൻ 3 രജിസ്ട്രാർ. ആ ഒരു രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്, ഹു അപ്പോയിൻ്റ് RCS? രജിസ്ട്രാറെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ആരാണ്? ആൻസർ ഗവൺമെൻറ്. ഗവൺമെൻറ്. രജിസ്ട്രാറായിട്ട് ആകപ്പാടെ ഒരു പേഴ്സണേ ഉള്ളൂ. 1 പേഴ്സൺ ആണ് രജിസ്ട്രാറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് രജിസ്ട്രാർ ശിവരാമപിള്ളയാണ്. ഏക വനിതാ രജിസ്ട്രാർ മിനി മാത്യു ആണ്. ഇപ്പോഴത്തെ രജിസ്ട്രാർ PB നൂഹാണ്. തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ രജിസ്ട്രാർ എന്ന് ചോദിച്ചാൽ AC ഗോവിന്ദപിള്ളയാണ്. ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ചോദിച്ചാലും ആരാണ്? രജിസ്ട്രാറാണ്. രജിസ്ട്രാറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ സെക്ഷൻ 3 ചിലപ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡെലിഗേഷൻ പവർ ഓഫ് രജിസ്ട്രാർ. ഡെലിഗേഷൻ പവർ ഓഫ് രജിസ്ട്രാറെ പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷൻ എന്ന് ചോദിച്ചാലും സെക്ഷൻ 3 ആണ്. അടുത്തത് സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എന്ത് ഒബ്ജക്റ്റിന്മേലാണിത് രജിസ്റ്റർ ചെയ്തത്? അത് സെക്ഷൻ 4 ആണ്. പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതാണ് സെക്ഷൻ 4. സെക്ഷൻ 5 ഒന്ന് ഓർത്തിരിക്കണം, രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. എന്താണ് രജിസ്റ്റർ ചെയ്യുന്നത്? സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയിലായിരിക്കണം. അപ്പോൾ സെക്ഷൻ 3 രജിസ്റ്റർ, സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്, സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. സെക്ഷൻ 6 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അടുത്തത് സെക്ഷൻ 7 രജിസ്ട്രേഷനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് സെക്ഷൻ 7 സെക്ഷൻ 7 അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് സെക്ഷൻ 8 രജിസ്ട്രേഷൻ പ്രൊസീജിയർ പറയുന്നത്. രജിസ്ട്രേഷൻ പ്രൊസീജിയർ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8. അതായത് വ്യത്യസ്ത കുടുംബത്തിൽപ്പെട്ട 25 പേരുണ്ടായിരിക്കണം. രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി 90 ദിവസമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. സെക്ഷൻ 8 പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. അടുത്തത് സെക്ഷൻ 8A വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്, അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. ഏതൊരു സൊസൈറ്റിയും രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകം അപ്പെക്സ് സൊസൈറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കണം. അടുത്ത ഒരു ഒരു സെക്ഷനാണ് സെക്ഷൻ 9. അത്ര പ്രാധാന്യമില്ല. കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി എ ബോഡി കോർപ്പറേറ്റ്. പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 12. സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഓഫ് എ സൊസൈറ്റി. അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഓഫ് സൊസൈറ്റി. അതാണ് സെക്ഷൻ
12 എന്ന് പറയുന്നത്, സെക്ഷൻ 12. അടുത്തത് സെക്ഷൻ 13. വെൻ അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് കെയിം ഇൻ ടു ഫോഴ്സ്. എപ്പോഴാണ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ പ്രാബല്യത്തിൽ വരുന്നത്? പ്രത്യേകിച്ചൊരു ഡേറ്റും പറഞ്ഞിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന തീയതി കണക്കാക്കിയാണ്, അല്ലെങ്കിൽ തീയതി മുതലാണ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ നിലവിൽ വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കണം. അമെൻമെൻറ്റ് ഓഫ് ബൈലോ കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഡേറ്റും പറഞ്ഞിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ. ഇനിയും അടുത്ത ഒരു സെക്ഷനാണ് സെക്ഷൻ 14. അമാൽഗമേഷൻ, ഡിവിഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഏറ്റവും വലിയ കോപ്പറേറ്റീവ് സെക്ടറിൽ നടന്ന ഏറ്റവും വലിയ അമാൽഗമേഷനാണ് കേരള ബാങ്ക്. കേരള ബാങ്കാണ് ഏറ്റവും വലിയ അമാൽഗമേഷൻ. അടുത്തത് 14A. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷൻ ഓർത്തിരിക്കുക. പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെന്നുണ്ടെങ്കിൽ പ്രൊവിഷൻ റിഗാർഡിംഗ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് DCB ടു KSCB. പ്രൊവിഷൻ റിഗാർഡിംഗ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് DCB ടു KSCB. ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ സിമ്പിൾ മജോറിറ്റി മാത്രം മതി എന്നുള്ളൊരു നിയമത്തിലൊന്ന് വെള്ളം ചേർത്തുകൊണ്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 14A. അടുത്തത് സെക്ഷൻ 15. സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഇൻ സർട്ടിഫിക്കറ്റ് ഇൻ സർട്ടൻ കേസസ്. ചില കേസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലായിപ്പോവും. അതിനെക്കുറിച്ചുള്ള സെക്ഷനാണ് സെക്ഷൻ 15. അടുത്തത് സെക്ഷൻ 14B പറയുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്ഷൻ 14A പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. പ്രൊവിഷൻ റിഗാർഡിംഗ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് DCB ടു KSCB എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. 14B അതിനകത്ത് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പാർട്ട്ണർഷിപ്പിനെ പറ്റി അല്ലെങ്കിൽ പങ്കാളിത്തത്തെ പറ്റി പറയുന്ന സെക്ഷനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിംസാറ്റ് ഓർത്തിരിക്കുക, കടക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇതിനകത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രാതിനിധ്യം ഓരോ മേഖലയിലും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സെക്ഷൻ 14B പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഓപ്ഷൻ അനുസരിച്ചുള്ള ക്വസ്റ്റ്യനൊക്കെയാണ് വേണ്ടിയെങ്കിൽ ദയവ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.